IPS എന്ന ഈ മൂന്നക്ഷരം കൊണ്ട് കൊമ്പ് കുലുക്കാമെന്ന് കരുതിയ BJPക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അടികൊടുത്തു. നാട് നീളെ പോസ്റ്റർ അടിച്ച ഫ്ലെക്സ് വെച്ച് ആഘോഷമായിട്ട് പ്രചാരണം കൊഴുകൊഴുത്ത് നിൽക്കുമ്പോൾ നിൽക്കവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ആയതുകൊണ്ട് കമ എന്നൊരക്ഷരമിണ്ടാൻ BJPയെ കൊണ്ടായില്ല. IPS ഉദ്യോഗസ്ഥ എന്ന പേരിൽ വോട്ട് തേടിയെന്ന പരാതിയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP സ്ഥാനാർത്ഥി R ശ്രീലേഖയ്ക്കെതിരെ തുടർ നടപടിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലാ കളക്ടർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി കഴിഞ്ഞതോടെ തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾക്ക് മുമ്പ് BJP നെട്ടോട്ടമോടുകയാണ്. പോസ്റ്ററുകൾക്ക് പുറമെ IPS ഉദ്യോഗസ്ഥ എന്ന പേരിൽ വീടുകളിൽ നോട്ടീസുകൾ വിതരണം ചെയ്തു എന്ന് കാണിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി രശ്മി TS നൽകിയ പരാതിയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. പരാതിയിൽ തുടർ നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശവും നൽകി. പരാതിയെക്കുറിച്ച് അറിയില്ല എന്നും വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്നും R ശ്രീലേഖ പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പ് പോസ്റ്ററുകളിൽ ശ്രീലേഖ IPS എന്ന് ഉപയോഗിച്ചു എന്ന പരാതിക്ക് പിന്നാലെ IPS റിട്ടയർഡ് എന്നാക്കി മാറ്റാൻ ജില്ലാ കളക്ടർ ഉത്തരവ് ഇട്ടിരുന്നതാണ്. റിട്ടയർ ആയ ശ്രീലേഖ IPSനെ പോസ്റ്ററിൽ റിട്ടയർ ചേർക്കാതെ R ശ്രീലേഖ IPSനെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ് പോസ്റ്റർ വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് വന്നതോടെ പത്തിമടക്കി BJP നാടൊട്ടിക്ക് ഒട്ടിച്ച പോസ്റ്ററുകളിൽ റിട്ടയർഡ് എന്ന് കറുത്ത മഷി കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പരിഹാസവുമായിട്ട് സന്ദീപ് വാര്യർ എത്തിയിരുന്നു. സന്ദീപിന്റെ ഈ പരിഹാസത്തോട് ഇപ്പോഴെന്തായി വാര്യരെ എന്ന ഭാവമായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ കഥയെന്തായി സുരേന്ദ്ര എന്ന ചോദ്യമാണ് തിരിച്ച് ചോദിക്കാനുള്ളത്. BJPയുടെ പ്രമുഖ സ്ഥാനാർത്ഥിക്ക് വെട്ടുകൊടുത്തുകൊണ്ട് സന്ദീപ് വാര്യർ കളം നിറയുകയാണ്. BJPയുടെ വിവരക്കേടിന്റെയും നിയമലംഘന ശ്രമത്തിന്റെയും ജീവനുള്ള സാക്ഷ്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്തമംഗലത്തെ സ്ഥാനാർത്ഥിയായ BJP സംസ്ഥാന ഉപാധ്യക്ഷ R ശ്രീലേഖയുടെ പേരിനൊപ്പം IPS എന്ന് ചേർത്തത് എന്നാണ് സന്ദീപ് അന്ന് പരിഹാസം പറഞ്ഞത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയതോടെ ശ്രീലേഖയുടെ പേരിനൊപ്പം IPS എന്ന് എഴുതിയത് കറുത്ത മഷി ഉപയോഗിച്ച് മായ്ച്ചു കളഞ്ഞിരുന്നു. IPS മാഞ്ഞതോടെ ബാക്കിയായത് BJPയുടെ നാണക്കേടാണെന്നാണ് സന്ദീപ് വാര്യർ പരിഹാസ രൂപേണ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവച്ചത്. ഇതിനു പുറമെ R ശ്രീലേഖയെ സ്ഥാനാർത്ഥിയാക്കുവാൻ BJP തീരുമാനിച്ച സമയത്ത് സന്ദീപ് വാര്യർ പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയായിരുന്നു. തിരുവനന്തപുരത്തെ ഹിന്ദു സംഘടന പ്രവർത്തകരോടാണ് ആറ്റുകാൽ പൊങ്കാല കുത്തിയോട്ടത്തിനെതിരെ ബാലാവകാശ കമ്മീഷനെ കൊണ്ട് കേസെടുപ്പിച്ച R ശ്രീലേഖയ്ക്ക് വേണ്ടിയാണോ നിങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത് എന്നാണ് സന്ദീപ് അന്ന് കുറിച്ചത്. 2018 ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായ കുത്തിയോട്ടത്തിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ട് R ശ്രീലേഖ തന്നെ രംഗത്ത് വന്നിരുന്നു. കുത്തിയോട്ടം ആൺകുട്ടികളോടുള്ള ശാരീരികവും മാനസികവുമായ പീഡനമെന്നായിരുന്നു ശ്രീലേഖയുടെ അഭിപ്രായം. കുട്ടികളുടെ അനുമതി പോലും ഇല്ലാതെയാണ് മാതാപിതാക്കളും ക്ഷേത്ര ഭാരവാഹികളും ചേർന്ന് കുട്ടികളെ പീഡിപ്പിക്കുന്നതെന്നും കുത്തിയോട്ടത്തെ കുട്ടികളുടെ തടവറ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാമെന്നുമാണ് അന്ന് ജയിൽ മേധാവിയായിരുന്ന ശ്രീലേഖ സ്വകാര്യ ബ്ലോഗിലൂടെ ലേഖനത്തിൽ അഭിപ്രായപ്പെട്ടത്. നിയമപ്രകാരം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് കുത്തിയോട്ടം. ഉത്സവത്തിൽ നിന്നും കുത്തിയോട്ടത്തെ ഒഴിവാക്കണം. ഇതിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ആറ്റുകാൽ വിശ്വാസിയായ താൻ ഇത്തവണ പൊങ്കാല അർപ്പിക്കില്ല എന്ന് കൂടി ശ്രീലേഖ അന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം IPS വിവാദം കൊണ്ട് കൊടുമ്പിരി കൊള്ളുമ്പോഴും സന്ദീപ് എത്തുകയാണ്. സിവിൽ സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ പേരിനൊപ്പം IAS IPS മറ്റു പദവികൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നിയമം. അവരെ റിട്ടയർഡ് IAS എന്നോ റിട്ടയർഡ് IPS എന്നോ അഭിസംബോധന ചെയ്യാമെങ്കിലും അത്തരത്തിൽ എഴുതാൻ പാടില്ല. ശാസ്തമംഗലത്തെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി TS രശ്മി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ശ്രീലേഖയ്ക്കെതിരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യ നടപടിയെടുത്തത്. തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥി ശ്രീലേഖയുടെ പോസ്റ്ററുകൾക്ക് സംഭവിച്ചത് വെറും ഒരു അക്ഷരത്തെറ്റല്ല, BJPയുടെ വിവരക്കേടിന്റെയും നിയമലംഘന ശ്രമത്തിന്റെയും ജീവനുള്ള സാക്ഷ്യമാണ്. സംഭവം ലളിതം, നാണക്കേട് വലുത്. ഒരു മുൻ DGP അവരുടെ പ്രമോഷന് വേണ്ടി നിയമം ലംഘിച്ച IPS എന്ന സർവീസിന് പദവി പോസ്റ്റർ അച്ചടിക്കുന്നു. രാജ്യത്തെ നിയമങ്ങളെക്കുറിച്ചും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെക്കുറിച്ചും യാതൊരു ധാരണയുമില്ലാതെ ഒരു പാർട്ടിയാണ് അത് അംഗീകരിച്ച് അടിച്ചു കയറ്റുന്നത്. പരാതി വന്നപ്പോൾ എന്തുണ്ടായി? വാരണാധികാരിയുടെ ഉത്തരവ് വന്നു. അഭിമാനത്തോടെ അച്ചടിച്ച ആ IPS എന്ന മൂന്നക്ഷരം കറുത്ത മഷി തേച്ച് മായ്ച്ച് കളയേണ്ടി വന്നു. നിയമം അറിയാതെ നിയമപാലക. പോലീസിൽ നിന്ന് വിരമിച്ച ഒരാൾക്ക് തെരഞ്ഞെടുപ്പിൽ പഴയ പദവി ഉപയോഗിക്കാൻ പാടില്ല എന്ന അടിസ്ഥാന നിയമം പോലും അറിയാത്തവരാണോ ഈ നാട് ഭരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്? ഇതൊരു അബദ്ധമല്ല, വോട്ട് മേടിക്കാനുള്ള വില കുറഞ്ഞ തന്ത്രമായിരുന്നു. പോലീസ് പവർ, DGP എന്നൊക്കെയുള്ള പകിട്ട് കണ്ട് വോട്ട് ചെയ്യാൻ വരുന്നവരെ അവർ ലക്ഷ്യം വെച്ചു. പക്ഷേ നിയമ തടസ്സം വന്നു. ഇപ്പോൾ പോസ്റ്ററുകൾ കാണുമ്പോൾ ഒരു ചോദ്യം മനസ്സിൽ ഉയരുന്നു. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ പോലും അറിയാത്തവരാണോ ദേശീയതയെക്കുറിച്ച് സംസാരിക്കുന്നത്?
കറുത്ത മഷി മായ്ച്ചു കളഞ്ഞ ആ IPS അക്ഷരങ്ങൾ BJP കേരള ഘടകത്തിന്റെ വിവരമില്ലായ്മയുടെയും നിയമങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയുടെയും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ വലിയ നാണക്കേടിന്റെയും പ്രതീകമായി ഈ തെരഞ്ഞെടുപ്പിൽ നിലനിൽക്കും. ഇനിയിപ്പോൾ ആ കറുത്ത മഷി തേച്ച ആ പോസ്റ്ററുകൾ കാണുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, ഇതാണ് BJP. തെറ്റായ കാര്യങ്ങൾ ചെയ്യും, പിടിക്കപ്പെട്ടാൽ നാണം കെട്ട് മായ്ച്ചു കളയും. IPS മാഞ്ഞു, നാണക്കേട് ബാക്കിയായി.